ഗായ്സ്, വെൽക്കം ബാക്ക് ടു കെപ്പരിവാർ. അപ്പോൾ ഇന്നത്തെ വീഡിയോ സ്പെഷ്യൽ വീഡിയോ ആണ്. നിങ്ങൾ ഓൾറെഡി തംബ്നെയിൽ കണ്ട പോലെ തന്നെ 7ാം മാസത്തിൽ എന്നെ ചേട്ടൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ വീട്ടിലോട്ട് കൂട്ടിക്കൊണ്ടുവരുന്ന ചടങ്ങായിരുന്നു ഇന്ന്. അത് ഓൾറെഡി കഴിഞ്ഞ് ഞാനിപ്പോൾ എൻ്റെ വീട്ടിലെത്തി. രാവിലെ നമുക്ക് അവിടെ നിന്ന് ഇറങ്ങണേന് ഒരു പൊഴുതു നോക്കും, ഒരു സമയമുണ്ട്, അതിനുള്ളിൽ നമുക്ക് അവിടെ നിന്ന് ഇറങ്ങണമായിരുന്നു. 9:30 നമുക്ക് അവിടെ നിന്ന് ഇറങ്ങേണ്ട സമയം. അപ്പോൾ രാവിലത്തെ ചടങ്ങിൻ്റെയും തിരക്കിൻ്റെ ഇടയിൽ നമുക്ക് അവിടെ വെച്ചിട്ട് ഇൻട്രോ എടുക്കാനായിട്ട് പറ്റിയില്ല. അപ്പോൾ അവിടെ എന്തൊക്കെ ചടങ്ങാണ് നടന്നതെന്നുള്ളത് നമുക്ക് പോയിട്ട് വീഡിയോ കണ്ടിട്ട് വരാം. അതിനു മുമ്പ് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഒരു 6:15 ആയപ്പോഴേക്കും നമ്മുടെ പൂമംഗലത്തുള്ള റിലേറ്റീവ്സ് കുറച്ച് പേരൊക്കെ എത്തി തുടങ്ങിയിട്ടുണ്ട്. ആദ്യം നമ്മുടെ ചടങ്ങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എണ്ണയൊഴിക്കൽ ചടങ്ങാണ്. ആ എണ്ണയൊഴിക്കൽ ചടങ്ങ് കഴിഞ്ഞിട്ട് വേണം എനിക്ക് പോയി കുളിച്ചിട്ട് വരാനായിട്ട്. അപ്പോൾ ഈ എണ്ണ ഒഴിക്കുന്ന സമയത്ത് കുരവയൊക്കെ ഇടും കേട്ടോ. ആൻറ്റിയൊക്കെയാണ് അതിൻ്റെ മെയിൻ ആൾ. അമ്മയാണ് എൻ്റെ തലയിൽ ആദ്യം എണ്ണ ഒഴിക്കുക. 3 വട്ടം എണ്ണ ഒഴിക്കും. പിന്നെ ഈ എണ്ണ നമ്മുടെ തലയിൽ വീണിട്ട് ഒലിച്ചിറങ്ങുന്നതിനൊരു ശാസ്ത്രവും ഒരു വിശ്വാസമൊക്കെ ഉണ്ട് കേട്ടോ. വലത്തോട്ടും നേരെയാണെങ്കിൽ ആൺകുഞ്ഞാണെന്നും ഇടത്തോട്ടാണെങ്കിൽ പെൺകുഞ്ഞാണെന്നുമാണ് വിശ്വാസം. പണ്ടാൾക്കാരുടെ ഒരു വിശ്വാസമാണല്ലോ എല്ലാം. പിന്നെ ആൻറ്റിമാരും വല്യമ്മമാരും അമ്മായിമാരും അങ്ങനെ എല്ലാവരും നമ്മുടെ തലയിൽ എണ്ണ ഒഴിക്കും. ഇതിപ്പോൾ കുറച്ച് പേരെ ഒഴിച്ചുള്ളൂ. അപ്പോഴേക്കും അത്യാവശ്യം നന്നായിട്ട് ഒലിച്ചിറങ്ങിയതുകൊണ്ട് പിന്നെ നമ്മൾ നേരെ എഴുന്നേറ്റ് കിഴക്കോട്ട് പോയി സൂര്യഭഗവാനെ ഒന്ന് നോക്കി തൊഴുതതിന് ശേഷം നേരെ പോയിട്ട് കുളിക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മളുടെ കല്യാണ സാരി ഉടുത്ത് വന്നിട്ട് ചെറിയ രീതിയിൽ ഒരു വളകാപ്പ്, നമ്മൾക്കറിയുന്ന രീതിയിൽ ഒരു വളകാപ്പ് ഫംഗ്ഷനും കൂടെ ഉണ്ടായി.
സാധാരണ സദ്യയാണ് ഈ ഫംഗ്ഷന് കൊടുക്കുക, പക്ഷേ നമുക്ക് നേരത്തെയാണ് സമയം ഇവിടെ നിന്ന് ഇറങ്ങേണ്ടതെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റാണ് വന്ന എല്ലാവർക്കും കൊടുത്തത്. പക്ഷേ എൻ്റെ കാര്യത്തിൽ ചടങ്ങ് മുഖ്യം ബിഗിലെ എന്ന് പറഞ്ഞ പോലെ എനിക്ക് സദ്യ തന്നെയായിരുന്നു. അപ്പോൾ ഞാൻ സദ്യ കഴിക്കുകയാണ്. ചേട്ടൻ ഓൺലൈനിലുണ്ട്. ചേട്ടൻ ഫുൾ ടൈം ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തൊട്ടേ ഓൺലൈനിലുണ്ടായിരുന്നു. നേരിട്ട് ഫംഗ്ഷൻ കാണാൻ പറ്റിയില്ലെങ്കിലും നമ്മൾ ഓൺലൈനിൽ ഇരുന്നിട്ട് എല്ലാ ഫംഗ്ഷനും കണ്ടിട്ടുണ്ട്. സദ്യ കഴിച്ച് കഴിയലും ഇറങ്ങലും പെട്ടെന്ന് തന്നെയായിരുന്നു, കാരണം നമുക്ക് ആ സമയത്തിനുള്ളിൽ ഇവിടെ നിന്ന് ഇറങ്ങണമായിരുന്നു. അപ്പോൾ എല്ലാവരുടെയും അനുഗ്രഹങ്ങളൊക്കെ വാങ്ങിച്ച്, അച്ഛനൊന്നും തീരെ തന്നെ കുനിഞ്ഞ് കാല് തൊട്ട് അനുഗ്രഹം വാങ്ങാൻ സമ്മതിച്ചില്ല. കുനിയുണ്ടോയെന്ന് എല്ലാവരും പറഞ്ഞു. എല്ലാവരും രാത്രി അനുഗ്രഹം ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ട് എല്ലാവരും സന്തോഷത്തോടു കൂടെ ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോവാണ്. അങ്ങനെ ഞാൻ എൻ്റെ വീട്ടിൽ വന്ന് കയറി. ഇവിടെ വന്ന് കയറുമ്പോഴും മധുരം കഴിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ചടങ്ങല്ലേ എന്ന് കരുതി പിന്നെയും മധുരം കഴിച്ചു. എനിക്ക് തീരെ ഇഷ്ടമല്ല സ്വീറ്റ്സ് കഴിക്കാനായിട്ട്, എന്നാലും ഞാൻ ഇന്ന് കുറേ മധുരം കഴിച്ചു. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, പിന്നെ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ചാനൽ. അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണുന്നത് വരെ ബൈ.